തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു PR വർക്കാണ് ഇതിൽ നടക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത്. ആദ്യഘട്ടം അങ്ങനെയല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ഈ പുള്ളി ഞങ്ങൾ അതുകൊണ്ട് തള്ളി പറയാതിരിക്കാൻ കാരണം ആദ്യഘട്ടത്തിൽ അങ്ങനെയല്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ മനാഫ് ഞങ്ങളെല്ലാം ഒരുമിച്ച് തന്നെയായിരുന്നു, ഒരേ ദിശയിലായിരുന്നു. പിന്നീടാണ് ഈ രണ്ടാം ഘട്ടത്തിന് ശേഷമാണ് അവർ വേറെ രീതിയിലേക്ക് പോവുകയും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയും യൂട്യൂബ് ചാനൽ ഉണ്ടായത് ഈ ലോറി ഉടമ മനാഫ് എന്നുള്ള ഒരു പേര്, ആ ഒരു ബ്രാൻഡ് അന്നേക്ക് കയറിയിരുന്നു. അതാണ് അയാള് മനസ്സിലാക്കിയത് ശേഷമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത്. അതൊക്കെ അദ്ദേഹത്തിന്റെ അല്ല, ഈശ്വർ മാൽപ്പെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഒന്നാം ഘട്ടത്തിൽ, രണ്ടാം ഘട്ടത്തിലും. മൂന്നാം ഘട്ടത്തിൽ അനാവശ്യമായ ഇടപെടൽ മാത്രമാണ്. അത് ഞങ്ങൾക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. അവിടുത്തെ സംവിധാനത്തിന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പിന്നെ മാൽപ്പയെ പറഞ്ഞേക്കുന്നതൊന്നും. ഇപ്പോഴും പറയാണ്, അത് അവിടുത്തെ ഭരണകൂടത്തിന് തന്നെ മനസ്സിലായി ഇത് വേറെ രീതിയിലേക്കാണ് തിരച്ചിൽ പോകുന്നത്. അവരവിടുന്ന് ഒരു സാധനം എടുക്കുന്നു, അപ്പോഴതിന് വീട് എടുക്കുന്നു, അപ്പൊ ഡ്രഡ്ജർ വരുന്നു, ഇങ്ങോട്ട് വരുന്നു, എടുക്കുന്നു. അതായത് നമ്മൾ കേന്ദ്രീകരിച്ച പോയിന്റിലേക്ക് തിരച്ചിൽ നടത്താൻ അനുവദിക്കുന്നില്ല. ആകെ അനുവദിച്ചത് കുറച്ച് ദിവസം. ഇതിന്റെ മുകളിൽ അത് പോവുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് പിന്നെ ഒരിക്കലും കർണാടക ഗവൺമെന്റ് ഇത് തുടങ്ങുമ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. ഇത് ഒരു അവസാന ഘട്ട തിരച്ചിലാണ്, ഇതിൽ അപ്പുറം ഇനി ഒരു തിരച്ചിൽ സാധ്യമല്ല എന്ന പൂർണ്ണമായിട്ടുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് പാസ് ചെയ്യും. അത് കാർവാർ MLA അന്നത്തെ പത്രസമ്മേളനത്തിൽ അവിടെ വ്യക്തമായിട്ട് പറയുകയും ചെയ്ത സംഭവമാണ്. അറിയായിരുന്നു, കാരണം ഈ ഡ്രഡ്ജർ കമ്പനിക്ക് അവരുടേതായിട്ടുള്ള ഡൈവേഴ്സ് അവിടെ ഉണ്ട്. അതിൽ 2 പേരുണ്ട്. പിന്നെ അവർക്ക് വേറെ അപ്പൊ എന്താ ഇവരും ഈ ഡ്രഡ്ജർ കമ്പനിയിലും പ്രശ്നം അത് തന്നെയായിരുന്നു. അവരെ രീതിയിൽ തിരച്ചിൽ നടത്താൻ അനുവദിക്കുന്നില്ല. ഇവിടെ സാധനം കിട്ടുമ്പോൾ ഡ്രഡ്ജർ ഇങ്ങോട്ട് വരുന്നു. അറിയാലോ, ഓരോ അത്രയും സമയം എടുക്കും ഒരു പൊസിഷൻ. ഇപ്പൊ പൊസിഷനിലെടുത്ത് അവിടെ മണ്ണ് മാന്താൻ ഉപയോഗിക്കുമ്പോൾ. അപ്പൊ അതൊക്കെ അവർക്ക് സാങ്കേതികമായിട്ട് തടസ്സമുണ്ടായിരുന്നു. അവർക്കൊരു സംവിധാനമുണ്ട്, അവർക്ക് ഡൈവേഴ്സ് ഉണ്ട്. അപ്പം മറ്റൊരു തേർഡ് പാർട്ടി ഇന്റർഫറൻസ് അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് MLA SP പറഞ്ഞു. അതിന്റെ പുറത്താണ് പിന്നെ അദ്ദേഹത്തിന് അവിടുന്ന് മാറേണ്ട വന്ന സാഹചര്യം. അല്ലാതെ ഞങ്ങളായിട്ട് പിന്നെ പാൽപ്പ ഇറങ്ങണ്ടെന്ന് ആരിറങ്ങണ്ട, എങ്ങനെ നടത്തണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജില്ലാ ഭരണകൂടമാണ്. അല്ലെങ്കിൽ ഇതിന് നിയോഗിച്ചിട്ടുള്ള ആളാണ്. ഞങ്ങൾക്ക് പോലും അതിനെക്കുറിച്ച് അറിയില്ല. ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു അറിവുള്ള ആൾക്കാരല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാം ഇതിൽ സാധാരണ ആൾക്കാരാണ്. അല്ല, അത് യഥാർത്ഥ ഉടമ എന്ന് വെച്ചാൽ RC ഓണറാണ്. അദ്ദേഹമാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പം അദ്ദേഹത്തിന്റെ പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് അർജുന് വേണ്ടി ആത്മാർത്ഥതയോടെ ഞങ്ങൾ കൂടെ നിന്ന്, അതായത് ഉള്ളിൽ അർജുൻ നഷ്ടപ്പെട്ടതിന് വേദനയോടെ നിന്ന് ഒരു വ്യക്തിയാണ് മുബീന്. അതിന് ആ ഒരു വൈകാരികമായ തലം ഇതിലുണ്ട്. ഞങ്ങളെ മാക്സിമം അദ്ദേഹത്തിനുള്ള ഒരു കടപ്പാട് ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞങ്ങൾ മനാഫിനെ തള്ളി പറയാൻ തയ്യാറായിരുന്നത്. അതേപോലെ ഇപ്പം മനാഫിന്റെ പ്രതികരണം വരുന്നുണ്ട്. അതായത് താൻ അർജുന്റെ പേരിൽ യാതൊരുവിധ ഫണ്ടുകളും നടത്തിയിട്ടില്ല. അങ്ങനെ തെളിയിച്ചാൽ തന്നെ പരസ്യമായി ആർക്ക് വേണമെങ്കിലും കണ്ടറിയാം. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അത് തന്റെ ഇഷ്ടമാണ്. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നാട്ടുകാരോട് പറയാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അർജുന്റെ ചിതയാണെന്നതിന് മുൻപ് തന്നെ ക്രൂശിക്കുന്നത് തെറ്റാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഇഷ്ടമുള്ളത് യൂട്യൂബ് ചാനലിൽ ഇടും. അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അർജുന്റെ അമ്മയുമായി തനിക്ക് ഇപ്പോഴും ബന്ധമുണ്ട്. 2000 രൂപ കൊടുത്തിട്ടുമില്ല. 2000 രൂപ കിട്ടിയതിൽ ആ വീഡിയോ വേണമെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. അത് സമൂഹ മാധ്യമങ്ങൾ. ലോറി ഉടമ മനാഫിനെതിരെ അർജുന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. അവർ വാർത്താ സമ്മേളനം വിളിച്ചു തന്നെ കാര്യങ്ങൾ പറയാൻ നിർബന്ധിതരായിരിക്കുന്നു എന്നതാണ് അവർ പറയുന്നത്. തങ്ങളുടെ വൈകാരികത ചൂഷണം ചെയ്ത് ഫണ്ട് ശേഖരണം നടത്തുന്നു മനാഫ് എന്നതാണ് അവരുടെ ആരോപണം. ഒപ്പം മനാഫിനും മാൽപ്പയ്ക്കും യൂട്യൂബ് ചാനലുണ്ട്. അതിലൂടെ അവർ മറ്റ് ചില ലക്ഷ്യങ്ങളാണ് നേടിയെടുക്കുന്നത് എന്ന് അവർ പറയുകയാണ്. 3ാം ഘട്ട തെരച്ചിലിനെ വഴിതെറ്റിക്കാൻ ഇരുവരും ശ്രമിച്ചു എന്ന ആരോപണം പോലും ഉണ്ടാക്കുന്നുണ്ട്. കുടുംബത്തിന്റെ പേര് പറഞ്ഞ് യാതൊരു തരത്തിലും ഫണ്ട് ശേഖരണം നടത്തരുത്, ആളുകൾ കബളിപ്പിക്ക